ഹലോ, സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ വളരെ താമസിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിലോട്ട് വന്നത്. വന്ന ഉടനെ കുറച്ച് കട്ടൻ ചായക്കും പിന്നെ 2-3 കാടമുട്ട എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്തൂനാണ് കേട്ടോ. പിന്നെ ഇത് തലേന്ന് വൈകുന്നേരം നമ്മളുണ്ടാക്കിയ ചായക്കടിയായിരുന്നേ. അതിൻ്റെ കുറച്ച് ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. മൈദമാവും ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് വെറുതെ എണ്ണയിലൊന്ന് കോരി ഒഴിച്ച് ചുട്ടെടുത്താൽ മതി കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറാണേ. അങ്ങനെ ഇതേ കട്ടൻ ചായ ഇട്ട് അതിൽ ഓരോ പീസ് എടുത്ത് കഴിക്കുകയും കൂടെ ചെയ്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിവിടെ കൂടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മൈദമാവ് ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ വിട്ടുപോയ കാര്യം, പഴവും കൂടെ ചേർക്കണം കേട്ടോ, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതേ ഞാനിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഐശ്വര്യമായിട്ട്. അത് കഴിഞ്ഞതേ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അനിയത്തി മുറ്റമൊക്കെ അടിക്കാൻ കേട്ടോ. ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ 2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ മുറ്റം അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചവറുകളും ഉണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ മുന്നിൽ തന്നെ 2-3 മാവുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ തൂക്കാനായിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ 4 ചുറ്റാകെ റബ്ബറും തോട്ടവും കൂടാണ് കേട്ടോ. പിന്നെ പറയുകയും വേണ്ടല്ലോ, ഉള്ള കരിയില മൊത്തം വീടിൻ്റെ മുറ്റത്ത് കാണാം. ഇത് ഫ്രണ്ട് ഭാഗം മാത്രം അടിച്ചപ്പോൾ കിട്ടിയതാണേ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് അവിടേക്കൊന്ന് തീ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുമല്ലോ. പിന്നെ ഇതേ പുട്ടിനുള്ള മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരിമാവും ഉണ്ട്, ഗോതമ്പും ഉണ്ട് കേട്ടോ. 2 മാവും ഉണ്ട്. വാപ്പാക്ക് വേണ്ടിയിട്ടാണ് ഈ ഗോതമ്പിൻ്റെ പൊടി. പുട്ടിന് കഴിക്കാൻ കറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ കറിയാണ് കേട്ടോ. തലേന്നത്തെ മത്തിക്കറി ഇരിപ്പുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും പിന്നെ അത് മതിയല്ലോ. പുട്ടും മീൻ കറിയും പുട്ടും ബീഫ് കറിയും ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുട്ടിൻ്റെ കൂട്ടത്തിൽ മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ മീൻ കറിയെ ഒഴിച്ചിട്ട് പുട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് ആക്കിയേക്കണേ. അപ്പോൾ നാളെ കാണാം. ബൈ, ടാറ്റാ.